ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം SSC RRB. അപ്പോൾ നമ്മുടെ പുതിയ എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3D മെൻസുറേഷനിൽ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കോണ് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കുഞ്ഞു കോണുകളും വലിയ കോണൊക്കെ ആയിട്ടുള്ള സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫ്രസ്റ്റം കോൺ റിലേറ്റഡ് ആയിട്ട് സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എഡ്യൂക്കേറ്റീവ് പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഫ്രസ്റ്റം ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അതിന്റെ വോളിയം അല്ലെങ്കിൽ ഏരിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാം തന്നെ സിമിലാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എങ്ങനെയാണ് ഒരു ഫ്രസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു ഫ്രസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മളൊരു വലിയ കോണിനെ മുറിക്കുമ്പോൾ വെറുതെ അങ്ങ് മുറിക്കുകയല്ല, അതിന്റെ ബേസിന് പാരലായിട്ടൊരു കട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? രണ്ട് കഷ്ണങ്ങൾ ഫോം ചെയ്യുന്നുണ്ട്. അതിലെ മുകളിലുള്ള കഷ്ണം എന്ന് പറയുന്നത് നമ്മുടെ വലിയ കോണിന് സിമിലർ ആയിട്ടുള്ള അതിൻ്റെ ഒരു ചെറിയ പകർപ്പായിട്ടുള്ള ഒരു കുഞ്ഞി കോൺ ഉണ്ടാവും. ആ കോൺ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷനെ നമ്മൾ ഈ ഒരു പീഠഭൂമി പോലെയുള്ള അല്ലേ, നിങ്ങൾ ജോഗ്രഫിയിലൊക്കെ പഠിക്കുന്ന പീഠഭൂമി കണക്കെയുള്ള ഈ ഒരു ഷേപ്പിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഫ്രസ്റ്റം ഓഫ് ദ കോൺ. അതായത് ഒറിജിനലി ഉണ്ടായിരുന്ന കോണിന്റെ ബേസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്ടിനെ പറയുന്നതാണ് ഫ്രസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിന്റെ ഏരിയ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ നോക്കുന്നത് ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സിമിലാരിറ്റിയുടെ കൺസെപ്റ്റ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു വലിയ കോണിനെ അതിന്റെ ബേസിന് പാരലായിട്ട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അതിൻ്റെ കുഞ്ഞു കോണുകളായിട്ട് മുറിക്കുകയാണെങ്കിൽ ഇവിടെ ഈ വലിയ കോണിൻ്റെ സിമിലർ ഷേപ്പ് ആയിരിക്കും ചെറിയ കോൺ എന്ന് പറയുന്നത്. എന്താണ് സിമിലർ ഷേപ്സ് എന്നുള്ളത് നമ്മൾ ജോമെട്രിയിലും മെൻസുറേഷനിലും പഠിക്കുന്നുണ്ട്. എന്താണ്? അതായത് ഇവരുടെ മെഷർമെന്റ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വരുന്ന അല്ലേ, അതായത് ഹൈറ്റ്, സൈഡ്, റേഡിയസ്, ഇപ്പം ഇവിടെയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, സ്ലാൻഡ് ഹൈറ്റ് ഒക്കെ പോലെയുള്ള ഡയമെൻഷൻസിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിട്ട് വരുന്ന ഷേപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമിലർ ഷേപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് 3D മെൻസുറേഷനിലോട്ട് വരുന്ന സമയത്ത് സൈഡ്സ് മാത്രമല്ല, സൈഡ്സിന്റെ റേഷ്യോന് അക്കോർഡിംഗ്ലി നമുക്ക് ഏരിയയുടെ റേഷ്യോയും വോളിയത്തിന്റെ റേഷ്യോ ഒക്കെ പറയാനുണ്ട്. അതിലോട്ട് വരാം, പ്രോപ്പർട്ടീസിലോട്ട് വരാം. ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടെ നമ്മുടെ ഈ ഒരു വലിയ കോൺ ഉണ്ടല്ലോ, അതിന്റെ ഹൈറ്റ് h1 എന്ന് വിചാരിക്കാം. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് h1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതാ ഇതിലോട്ട് നോക്കണ്ട കേട്ടോ, ഫ്രസ്റ്റത്തിലോട്ട് നോക്കണ്ട. നമ്മൾ നോക്കുന്നത് ഇതിന് സിമിലർ ആയിട്ടുണ്ടാകുന്ന കുഞ്ഞായിട്ടുള്ള ആ ഒരു കോണിലോട്ടാണ്. അതിന്റെ ഹൈറ്റ് h2 ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഹൈറ്റ് വരുന്നത് h2 ആണെങ്കിൽ അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിന്റെ എല്ലാ സൈഡ്സും, അതായത് ഈ വലിയ കോണിന്റെയും ചെറിയ കോണിന്റെയും സൈഡ്സ് എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷനിലായിട്ട് വരുന്ന എല്ലാ മെഷർമെന്റ്സും ലൈക്ക് റേഡിയസ്, സ്ലാൻഡ് ഹൈറ്റ്, ഇവയുടെ ഒക്കെ റേഷ്യോ എന്ന് പറയുന്നത് ഈ ഹൈറ്റിന്റെ റേഷ്യോന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് രണ്ട് കോണുകൾ ഫോം ചെയ്യുന്നുണ്ട്. കോണ് ഒന്ന് വലിയ കോണും അത് മുറിച്ചുണ്ടാവുന്ന ചെറിയ കോണും രണ്ടാമത്തെ കോണും എടുക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാ ടൈപ്പ് ഓഫ് വൺ ഡയമെൻഷണൽ മെഷർമെന്റ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, ആ വൺ ഡയമെൻഷണൽ മെഷർമെന്റ്സ് ഞാൻ സൈഡ്സ് എന്ന് പറയാം. സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയാ വരുന്നത്? സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം നമുക്ക് ഹൈറ്റ് h1 h2 ആണെങ്കിൽ അവരുടെ അതേ റേഷ്യോയിൽ h1:h2 ആയിരിക്കും. ഇനി സൈഡ്സ് കഴിഞ്ഞ് നമുക്കിനിപ്പോൾ ഏരിയ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ ഏരിയകളുടെ റേഷ്യോ എന്ന് പറയുന്നത്, ഏത് ടൈപ്പ് ഓഫ് ഏരിയ എടുത്താലും അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് സൈഡിന്റെ റേഷ്യോവിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. h1² h2² ആയിരിക്കും. അതേപോലെ വോളിയം എടുക്കുകയാണെങ്കിലോ, വോളിയം എന്ന് പറയുന്നത് 3 ഡയമെൻഷനിലായിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ സൈഡിന്റെ റേഷ്യോവിന്റെ ക്യൂബിന് ഈക്വൽ ആയിരിക്കും വോളിയത്തിന്റെ റേഷ്യോ. h1³ h2³ എന്ന് കൊടുക്കാം. നമുക്ക് മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത്? സിമിലർ ഷേപ്സിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഒരു കോണും അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്രസ്റ്റം തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂല. അവിടെ നമുക്ക് സിമിലാരിറ്റി ഇല്ല.
അവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ വലിയ കോണും ചെറിയ കോണും കമ്പയർ ചെയ്തിട്ട് ഇയാളുടെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് സൈഡ്സ് നോക്കുകയാണെങ്കിൽ സൈഡിന്റെ റേഷ്യോ H1:H2, അതായത് ഇത് മൊത്തത്തിൽ H1ഉം ചെറിയ കോണ് H2 ഹൈറ്റ് സൈഡാണ് വരുന്നതെങ്കിൽ ഈ ഫ്രസ്റ്റ് എന്ന് പറയുന്നത് ഈ വലുതെന്ന് ചെറുത് മൈനസ് ചെയ്തതല്ലേ. അപ്പൊ നമുക്ക് ഫ്രസ്റ്റത്തിലോട്ട് വരുമ്പോ എന്ത് കൊടുക്കാം? H1 - H2 കൊടുക്കാം. സൈഡ് H1 - H2 കൊടുക്കാം. ഏരിയ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ കേർവ്ഡ് സർഫസ് ഏരിയ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടോട്ടൽ ഏരിയന്ന് ചെറുതിന്റെ ഏരിയ മൈനസ് ചെയ്തതാണ് ഫ്രസ്റ്റത്തിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയാൻ പറ്റും. ടോട്ടൽ സർഫസ് ഏരിയ പറയാൻ പറ്റില്ല, കാരണം ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ മുറിക്കും തോറും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വേറൊരു പോർഷന്റെ ഏരിയയും കൂടെ എക്സ്ട്രാ കയറി വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയയിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ കേർവ്ഡ് സർഫസ് ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്ക് സിമിലാരിറ്റി അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പം വലിയ ആ ഒരു കോണിന്റെ ഏരിയ A1 ആണെങ്കിൽ, അല്ലെങ്കിൽ A1 അവിടെ നിൽക്കട്ടെ, നമുക്ക് ഏരിയയുടെ റേഷ്യോ H1² H2² കിട്ടുന്നുണ്ടല്ലോ. അപ്പം വലിയ കോണിന്റെ ഏരിയ റേഷ്യോ H1² ആണ്, ചെറിയ കോണ് H2² ആണ്. അപ്പൊ ഫ്രസ്റ്റത്തിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ത് വരും? H1² - H2² എന്ന് കൊടുക്കാൻ പറ്റും. ക്ലിയർ? അതേപോലെ തന്നെ വോളിയം നമുക്ക് എന്ത് ചെയ്യാം? ഈ വലിയ കോണിന്റെ വോളിയം മൈനസ് ചെറിയ കോണിന്റെ വോളിയം എന്നുള്ള രീതിയിൽ നമുക്ക് മൈനസ് ചെയ്തിട്ട് ഫ്രസ്റ്റത്തിന്റെ വോളിയത്തിന്റെ റേഷ്യോ വാല്യൂസ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നല്ലാതെ ഒരിക്കലും നേരെ എന്ത് ചെയ്യരുത്, വലിയ കോണും ഫ്രസ്റ്റവും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോവരുത്. അല്ലെങ്കിൽ ചെറിയ കോണും ഫ്രസ്റ്റവും തമ്മിൽ നമ്മളത് റിലേറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കട്ടിന് പകരം 3 കട്ട് വരുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നുകൂടെ അത് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നമുക്ക് വലിയൊരു കോണുണ്ട്, അതിൽ 2 കട്ടുകൾ, ബേസിന് പാരലലി 2 കട്ടുകൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ശരിക്കും അവിടെ 3 പാർട്ട് ഫോം ചെയ്യുന്നുണ്ട്. പാർട്ട് 1, പാർട്ട് 2. പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ, മീൻസ് ഈ ഒരു പോർഷൻ ആണേ പാർട്ട് 2 ആൻഡ് പാർട്ട് 3. അതായത് മക്കളെ മനസ്സിലാക്കണം, ഏറ്റവും മുകളിലുള്ള ഈ ഒരു കഷ്ണത്തിനെയാണ് പാർട്ട് 1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ നടുക്കുള്ള ഒരു ഫ്രസ്റ്റം ഷേപ്പ് കണ്ടോ, ഇതാണ് ശരിക്കും പാർട്ട് 2. അത് മൊത്തത്തിൽ മുറിച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഈ ഫ്രസ്റ്റം ഷേപ്പ് ആണ് എന്ത്, പാർട്ട് 3 എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നമുക്ക് ഫ്രസ്റ്റം തമ്മിൽ അങ്ങനെ കമ്പാരിസൺ പറ്റൂല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കട്ട് വരുമ്പോഴുള്ള കോണുകൾ ഉണ്ടല്ലോ, അവര് സിമിലർ ആയിരിക്കും. ഇവിടെ 3 കോണുകൾ നിങ്ങൾക്ക് കാണാം. ഏറ്റവും മുകളിൽ ഒരു കോണ്, അതും നമുക്ക് രണ്ടാമത്തെ കട്ട് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ കട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു കോൺ, അതായത് ഈ ചെറിയ കോണിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ളൊരു കോണ്, രണ്ടാമത്തെ കോണ്. അതേപോലെ നമുക്ക് നമ്മുടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഫുൾ വലുപ്പത്തിലുള്ള ഒരു കോണ്. ഇപ്പൊ നമ്മൾ കോണുകളെ കോൺ 1, കോൺ 2 ആൻഡ് കോൺ 3 എന്ന് നമുക്ക് പറയാം. ഈ 3 കോണുകളും എന്താണ്, സിമിലർ ആയിട്ടുള്ള ഷേപ്സ് ആണ് വരുന്നത്, സിമിലർ ഷേപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഈ 3 കോണുകളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് H1 H2 H3 എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റേഷ്യോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം കോണ് 1, 2 ആൻഡ് 3 എടുക്കുന്ന സമയത്ത് ഇവരുടെ സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുന്നത്, സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, ഈ ഹൈറ്റിന്റെ റേഷ്യോ നമുക്ക് H1 H2 H3 എന്ന റേഷ്യോ കൊടുക്കാം. ആൻഡ് ഏരിയ എന്ന് പറയുന്നത്, കോണിന്റെ കേസ് വരുമ്പം എല്ലാ ഏരിയ നമുക്ക് കൊടുക്കാം കേട്ടോ. കോണിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയറിന്റെ റേഷ്യോയില് H1² H2² ആൻഡ് H3². ആൻഡ് വോളിയം എന്ന് പറയുന്നത് ഇതിന്റെ ക്യൂബിന്റെ റേഷ്യോയില് H3 ക്യൂബ്. ഓക്കെ, ഇതെന്താ നമ്മൾ എടുത്തിരിക്കുന്നത്, ആ കോണുകളുടെ 3 കോണുകളുടെ മെഷർമെന്റ്സിന്റെ റേഷ്യോ. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതിൽ നിന്നും നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റും, നമ്മൾ ആ ഒരു പാർട്ടുകൾ ഉണ്ടല്ലോ, ആ പാർട്ടുകളുടെ ഇതേപോലെ നമുക്ക് റേഷ്യോയിലോട്ട് പോകാൻ പറ്റും. അപ്പം പാർട്ട് 1
2 and 3 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കണേ, ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് പാർട്ട് 1ഉം ഏറ്റവും ചെറിയ കോണും അത് രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് എന്ത് കൊടുക്കാം? ഹൈറ്റ് അതായത് സൈഡ് വരുമ്പോൾ ഒന്നാമത്തെ പാർട്ടിന്റെ ഹൈറ്റ് h1, രണ്ടാമത്തെ പാർട്ടിന്റെ ഹൈറ്റ് ശ്രദ്ധിക്കണേ, ഈ ഒരു പോർഷൻ ഇതിന്റെ ഹൈറ്റ് ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ വലിയ കോണിന്റെ ഹൈറ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്തതാണ്? ചെറിയ കോണിന്റെ ഹൈറ്റ് മൈനസ് ചെയ്തതല്ലേ? അതായത് വലിയ കോണിന്റെ ഹൈറ്റ് h2ൽ നിന്നും ചെറിയ കോണിന്റെ ഹൈറ്റ് h1 മൈനസ് ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ പാർട്ട് നമുക്ക് സൈഡ് h2 മൈനസ് h1 എന്ന് കൊടുക്കാം. അതേപോലെ നിങ്ങൾ മൂന്നാമത്തെ പാർട്ടിലോട്ട് നോക്കിക്കേ, ഈ ഒരു ഹൈറ്റ് ഇവിടുന്ന് ഇവിടെ വരെ ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള പാർട്ടിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? നമ്മൾ ഈ രണ്ടാമത്തെ കോണിക്കൽ ഷേപ്പ് മൈനസ് ചെയ്താൽ മതി, അതിന്റെ ഹൈറ്റ് മൈനസ് ചെയ്താൽ മതി. അതായത് മൊത്തത്തിലുള്ളതെന്ന് പറയുന്നത് h3 ആണ്, മൊത്തത്തിലുള്ള കോണ് h3. അതിൽ നിന്ന് രണ്ടാമത്തെ ആ ഒരു വലിയ കോണ് മൈനസ് ചെയ്താൽ h3 മൈനസ് h2. ആ ഓർഡർ നോക്കിയാൽ മതി അല്ലേ? 1 2 മൈനസ് 1 3 മൈനസ് 2, 1 2 മൈനസ് 1 3 മൈനസ് 2. അടുത്തത് ഇതേപോലെ നമുക്ക് ഏരിയ പറയാം, പക്ഷെ എന്ത് പറ്റൂല? ടോട്ടൽ സർഫസ് ഏരിയ പറ്റൂല. ഇവിടെ നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് കേർവ്ഡ് സർഫസ് ഏരിയ. കേർവ്ഡ് സർഫസ് ഏരിയ പറയാം, കേർവ്ഡ് സർഫസ് ഏരിയയും പറയാം, വേണമെങ്കിൽ ബേസിന്റെ ഏരിയയും പറയാം കേട്ടോ. കേർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ബേസ് ഏരിയ, ഇത് രണ്ടും വരുന്നത് ഇവിടെ നമുക്ക് ഒന്നാമത്തേതിൻ്റെത് ഇതേപോലെ h1 സ്ക്വയർ കൊടുക്കാം. രണ്ടാമത്തേത് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 2ന്ന് 1 മൈനസ് ചെയ്തത്, അതായത് രണ്ടാമത്തതിന്റെ ഏരിയന്ന് ഒന്നാമത്തതിന്റെ ഏരിയ മൈനസ് ചെയ്തത്. h2 സ്ക്വയർ മൈനസ് h1 സ്ക്വയർ, തെറ്റിക്കരുതേ. അതായത് h2 മൈനസ് h1 സ്ക്വയർ എന്നല്ല, നമ്മൾ ഏരിയ ആണ് മൈനസ് ചെയ്യുന്നത്. ഈ വലിയ കോണിന്റെ ഏരിയന്ന് ചെറിയ കോണിന്റെ ഏരിയ, കേർവ്ഡ് സർഫസ് ഏരിയ മൈനസ് ചെയ്തതാണ്. അപ്പം h2 സ്ക്വയർ മൈനസ് h1 സ്ക്വയർ എന്ന് കൊടുക്കാം. അതേപോലെ നമുക്ക് മൂന്നാമത്തെ പോർഷൻ എടുക്കുകയാണെങ്കിലോ h3 സ്ക്വയർ മൈനസ് h2 സ്ക്വയർ. മൂന്നാമത്തേത് എടുക്കുന്ന സമയത്ത് മൂന്നാമത്തേത് എടുക്കുന്ന സമയത്ത് നമുക്ക് h3 സ്ക്വയർ മൈനസ് h2 സ്ക്വയർ എന്ന് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എന്ത് പറയാം? വോളിയം പറയാം അല്ലേ? വോളിയം പറയാം. വോളിയത്തിൻ്റെതാണെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ട് നമുക്ക് ചെറിയ കോണ് തന്നെയാണ് h1 ക്യൂബ്. രണ്ടാമത്തതിൻ്റെ എന്ന് പറയുമ്പോൾ 2ന്ന് ഒന്നാമത്തത് മൈനസ് ചെയ്തത്, വോളിയം മൈനസ് ചെയ്തത്, അതായത് h2 ക്യൂബ് മൈനസ് h1 ക്യൂബ്. മൂന്നാമത്തെ പാർട്ടിൻ്റെ എന്ന് പറയുമ്പോൾ h3 ക്യൂബ് മൈനസ് h2 ക്യൂബ്. ഇതിങ്ങനെ ബൈഹാർട്ട് ഒന്നും ചെയ്ത് വെക്കേണ്ട, നമുക്ക് സിംപ്ലി ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഒന്നാമത്തേത് 2ന്ന് 1 മൈനസ് ചെയ്യുന്നു, പിന്നെ 3ന്ന് 2 മൈനസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അത്ര മാത്രം നമുക്ക് ചിന്തിച്ചാൽ തന്നെ എന്ത് കിട്ടി? അവിടെ ആ ഒരു കണക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഇത് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് വോളിയം തന്നിട്ട് സൈഡ്സിന്റെ റേഷ്യോ കാണാനാണെങ്കിലോ, ഇപ്പം വോളിയം എന്ന് പറയുന്നത് ക്യൂബ് ആണെങ്കിൽ സൈഡ് കാണുമ്പോൾ അതിന്റെ ക്യൂബ് റൂട്ട് എടുക്കണം. ഏരിയ തന്നിട്ട് സൈഡ് കാണാനാണെങ്കിലോ, ഏരിയ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പാർട്ടുകളുടെ റേഷ്യോ കാണാൻ നമുക്ക് ഡയറക്റ്റ്ലി പറ്റൂല. അതായത് അല്ലെങ്കിൽ അവർ തരണം, ഡയറക്റ്റ്ലി തന്നാൽ ഓക്കെ. പാർട്ടുകളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കോണിൻ്റെത് കണ്ടിട്ട് അതിൽ നിന്ന് ഓരോ പാർട്ട് മൈനസ് ചെയ്തിട്ടാണ് ബാക്കി ഇതിലോട്ട് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അത് മാത്രം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ കോൺ ഈസ് സ്ലൈസ്ഡ് ഇൻടു 2 sections by a plane that is parallel to its base, with the upper section representing 1/27 of the overall volume. നോക്കണേ, ടോട്ടൽ വോളിയത്തിന്റെ 1/27 ഭാഗമാണ് അപ്പർ സെക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് സ്മോളർ കോൺ ടു ഒറിജിനൽ കോൺ?
അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു വലിയ കോണിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ചെറുതാക്കി മുറിക്കുകയാണല്ലേ. ചെറിയ കഷ്ണമായിട്ട് മുറിച്ചു എന്ന് വിചാരിക്കാം. 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. കോൺ ഈസ് സ്ലൈസ്ഡ് ഇൻ ടു 2 സെക്ഷൻ ബൈ പ്ലെയിൻ ദാറ്റ് ഈസ് പാരലൽ ടു ബേസ്. ബേസിന് പാരലലി നമ്മളൊരു കട്ട് കൊടുത്ത് മുറിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ അപ്പർ സെക്ഷൻ എന്താണ്, ഓവറോൾ വോളിയത്തിന്റെ 1/27 ആണ്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം 27 ആണെങ്കിൽ, വോളിയം 27 ആണെങ്കിൽ ചെറിയ പാർട്ടിന്റെ വോളിയം 1 ആണ്. അതായത് നമ്മൾ ഈ 2 കോണുകൾ കൺസിഡർ ചെയ്താൽ, കോണ് ചെറിയ കോണ് 1ഉം വലിയ കോണ് 2ഉം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:27 ആണ്. ആ ഓർഡർ നോക്കണേ, ഞാൻ മുകളിൽ നിന്ന് താഴോട്ടാണ് നോക്കുന്നത്. അപ്പം ചെറിയ കോണ് 1ഉം വലിയ കോണ് 2ാമത്തതുമായിട്ട് കൺസിഡർ ചെയ്താൽ വോളിയത്തിൻ്റെ റേഷ്യോ 1:27. ചോദിച്ചത് എന്താണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് ദ സ്മോളർ കോൺ ടു ഒറിജിനൽ കോൺ. നമുക്ക് പാർട്ടിൻ്റെതല്ല, കോണിൻ്റെതാണ് ഡയറക്റ്റ്ലി ചോദിച്ചത്. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നുമില്ല. വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഹൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിൻ്റെ റേഷ്യോവിൻ്റെ ക്യൂബാണ്. അപ്പോൾ വോളിയത്തിൻ്റെ റേഷ്യോ തന്നിട്ട് തിരിച്ച് ഹൈറ്റിൻ്റെ റേഷ്യോ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി, വോളിയത്തിൻ്റെ റേഷ്യോവിൻ്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. 1:27 ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പം 1:3 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 സെക്ഷൻസ് by a plane that is parallel to the base with the volumes of the frustum and the, ശ്രദ്ധിക്കണേ, volumes of the frustum and the smaller cone having a ratio of 19:8. Determine the ratio of their heights. Their heights ആരുടെ ഹൈറ്റുകളുടെ, ആരുടെ ഹൈറ്റുകളുടേതാണ്, നമുക്ക് വോളിയം ഓഫ് ഫ്രസ്റ്റത്തിൻ്റെയും സ്മോളർ കോണിൻ്റെയും റേഷ്യോ തന്നിട്ട് അവരുടെ ഹൈറ്റുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫ്രസ്റ്റത്തിൻ്റെയും സ്മോളർ കോണിൻ്റെയും ഹൈറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രസ്റ്റത്തിൻ്റെയും കോണിൻ്റെയും വോളിയത്തിൻ്റെ റേഷ്യോ ഒന്ന് ഡയറക്റ്റ്ലി നമുക്ക് എന്തിലോട്ട് ചാടാൻ പറ്റില്ല, ഹൈറ്റിലോട്ട് ചാടാൻ പറ്റില്ല. നമ്മളത് കോണിനെ വെച്ച് കണ്ടിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമുക്കിതേപോലെ ഒരു കോണുണ്ട്. കോണിനെ 2 സെക്ഷനായിട്ട് മുറിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. 2 സെക്ഷനായിട്ട് മുറിച്ചിട്ടുണ്ട്. വിത്ത് ദ വോളിയംസ് ഓഫ് ദ ഫ്രസ്റ്റം ആൻഡ് ദ സ്മോളർ കോൺ. ശ്രദ്ധിക്കണേ, ഫ്രസ്റ്റം എന്ന് പറയുമ്പം ഈ താഴെയുള്ള പോർഷനാണ്. അതിൻ്റെ വോളിയം 19ഉം സ്മോളർ കോണിൻ്റെ വോളിയം 8ഉം 19:8 ആണ് വരുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് ഈ സ്മോളർ കോണിൻ്റെയും പിന്നെ ഈ വലിയ കോണിൻ്റെയും വോളിയത്തിൻ്റെ റേഷ്യോന്ന് അവരുടെ ഹൈറ്റിലോട്ടാണ് വരാൻ പറ്റുക. അത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് കോണ് കൺസിഡർ ചെയ്യുമ്പം ഞാൻ കോണ് 1 and 2 എന്ന് കൊടുക്കാം. ചെറിയ കോണും വലിയ കോണും. ഇത് ചെറിയ കോണ് 1, വലിയ കോണ് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വോളിയമാണ് തന്നിരിക്കുന്നത്. ചെറിയ കോണിൻ്റെ വോളിയം നമുക്ക് 8 കിട്ടി. എടാ, വലിയ കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈ ചെറിയ കോണിൻ്റെ വോളിയം പ്ലസ് ഫ്രസ്റ്റത്തിൻ്റെ വോളിയം അല്ലേ. അതായത് 8 + 19 27. ഇവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ 8:27 ആണെങ്കിൽ അവരുടെ സൈഡ്സിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ റേഷ്യോ എന്താ വരിക, അതിൻ്റെ ക്യൂബ് റൂട്ടാണല്ലേ. 8ൻ്റെ ക്യൂബ് റൂട്ട് 2, 27ൻ്റെ ക്യൂബ് റൂട്ട് 3. ഇതിൽ നിന്ന് നമ്മൾ എന്തിലോട്ട് പോകണം, നിങ്ങളിത് പാർട്ടായിട്ട് കൺസിഡർ ചെയ്തേ. ഇത് ഒന്നാമത്തെ പാർട്ട് 1, രണ്ടാമത്തെ പാർട്ട് 2 ആണെന്ന് വിചാരിക്കുക. അതായത് ഒന്നാമത്തെ പാർട്ട് സ്മോളർ കോണാണ്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫ്രസ്റ്റോ ആണ്. നമുക്ക് വേണ്ടത് ഫ്രസ്റ്റം ടു കോണിൻ്റെ ഹൈറ്റുകളുടെ റേഷ്യോ ആണ് വേണ്ടത്. നമുക്ക് എടുക്കാം. ഇപ്പം ഞാനിവിടെ P2 to P1
വേറൊന്നും അല്ല കേട്ടോ, P2 to P1 എന്നൊക്കെ പറഞ്ഞ് പേടിക്കേണ്ട. ഞാനത് എടുത്തത് ആ ഒരു ഓർഡറിലായി പോയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ P2 എന്ന് പറയുന്നത് ആ ഫ്രസ്റ്റമാണ്. നമുക്ക് ആ ഓർഡറിൽ അങ്ങനെയാണ് തന്നത്. അതുകൊണ്ടാണ് ഫ്രസ്റ്റം ടു സ്മോളർ കോണിൻ്റെ ഹൈറ്റിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഫ്രസ്റ്റത്തിൻ്റെ റേഷ്യോ നമുക്ക് അറിയൂല. പക്ഷെ എന്തറിയാം, ഈ വലിയ കോണിൻ്റെ ഹൈറ്റ് 3ഉം ചെറിയ കോണിൻ്റെ ഹൈറ്റ് 2ഉം. അതായത് ചെറിയ കോണ് P1ൻ്റെ ഹൈറ്റ് 1 ഇത് മൊത്തത്തിലുള്ള ഹൈറ്റ് 3 സോറി 1 അല്ല 2 കേട്ടോ. ചെറിയ കോണിൻ്റെ ഹൈറ്റ് 2, ചെറിയ കോണിൻ്റെ ഹൈറ്റ് 2. ഇനി ഇത് മൊത്തത്തിലുള്ള ഹൈറ്റ് നമുക്ക് റേഷ്യോയിൽ എന്താണ് 3. അതായത് ഈ ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് എന്താ വരിക, ടോട്ടലിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെറിയ കോണിൻ്റെ ഹൈറ്റ് മൈനസ് ചെയ്താൽ മതി. അപ്പം 3 - 2 1 1:2. കണ്ടോ, അത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർഡർ മാറിയാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ആൻസർ അല്ല, തെറ്റിക്കും നിങ്ങൾ. നമ്മളെ ഇവിടെ P2 ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് 2, സ്മോളർ കോണിൻ്റെ ഹൈറ്റ് ശരിക്കും വരുന്നത് 1:2 ആണ്. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഓർമ്മയില്ലാതെ P1 P2 എന്നുള്ള ഓർഡറിൽ എടുത്തു കഴിഞ്ഞാൽ പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള ഓർഡറിൽ എടുത്താൽ 2:1 ആൻസർ കിട്ടും. ആ ആൻസർ ആണെങ്കിൽ ഓപ്ഷനിലുണ്ട്. അപ്പോൾ വെറുതെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് അടിക്കും. അത് പെട്ടെന്ന് നിങ്ങൾക്ക് തെറ്റാന്ന് തോന്നിയില്ല. കാരണം നിങ്ങൾ നോക്കുമ്പം ഫ്രസ്റ്റം ആൻഡ് കോണ് വോളിയത്തിൽ വരുമ്പോൾ എന്താണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഫ്രസ്റ്റത്തിനാണ് കൂടുതൽ വരുന്നത്. പക്ഷെ ഇവിടെ ഹൈറ്റിൽ അങ്ങനെ അല്ല കേട്ടോ. ഹൈറ്റിൽ നോക്കുന്ന സമയത്ത് ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ചെറിയ കോണിൻ്റെ ഹൈറ്റിനേക്കാളും ചെറുതാണ്. ഇതിങ്ങനെ പരന്ന് കിടക്കുന്നത് കൊണ്ടാണ് വോളിയം കൂടുതൽ വരുന്നത്. അപ്പം അങ്ങനെ തെറ്റിക്കരുത്, ആ ഒരു ഓർഡർ നന്നായിട്ട് നോക്കുക കേട്ടോ. നമുക്ക് കോണിൻ്റെയും വലിയ കോണിൻ്റെയും ചെറിയ കോണിൻ്റെയും വലിയ കോണിൻ്റെയും ഹൈറ്റിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വലിയ കോണിന്ന് ചെറിയ കോണ് മൈനസ് ചെയ്തതും പിന്നെ സ്മോളർ കോണിൻ്റെ ഹൈറ്റ് അതേപോലെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് കട്ട് പാരലൽ ടു ഇറ്റ്സ് ബേസ് ഫോമിങ് എ ഫ്രസ്റ്റം. ഹൈറ്റ് ഓഫ് ദ ഒറിജിനൽ കോൺ ഈസ് 20 cm ആൻഡ് ദ കട്ട് ഈസ് മെയ്ഡ് 5 cm ഫ്രം ദ ടോപ്പ്. ഇത് ശ്രദ്ധിക്കണേ, എവിടെ നിന്നാണ് മുറിക്കുന്നത്, ബേസിൽ നിന്ന് മുകളിലോട്ടാണോ അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് താഴോട്ടേക്കാണോ മുറിക്കുന്നത് എന്നതിനനുസരിച്ച് നമ്മുടെ മെഷർമെൻറ്റ്സ് മൊത്തം മാറും. തെറ്റിക്കരുത്. സോ നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സർക്കുലർ കോൺ ഈസ് കട്ട് പാരലൽ ടു ഇറ്റ്സ് ബേസ് ഫോമിങ് ഫ്രസ്റ്റം. ഹൈറ്റ് ഓഫ് ഒറിജിനൽ കോൺ, ഇവിടെ ഞാൻ 2 കോണ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോൺ, ചെറിയ കോണ്, വലിയ കോണ്. അപ്പോൾ ഇതിലെ ഒറിജിനൽ കോൺ എന്ന് പറയുമ്പം വലിയ കോണാണ്. വലിയ കോണിൻ്റെ ഹൈറ്റ് 20. കട്ട് ഈസ് മെയ്ഡ് 5 cm ഫ്രം ദ ടോപ്പ്. ഇത് മൊത്തത്തിൽ 20 ഇവിടുന്ന് താഴോട്ട് 5 cm കട്ട് വരുന്നത്. അതായത് സ്മോളർ കോണിൻ്റെ ഹൈറ്റ് എന്താണ്, ഇത് 5, ഇത് 5, ഇത് 20 ഇത് 20. അപ്പോൾ സ്മോളർ കോണിൻ്റെ ഹൈറ്റ് നമുക്ക് 5 കിട്ടി. അതായത് ഹൈറ്റിൻ്റെ റേഷ്യോ 1:4 ഇനി നോക്കിക്കേ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് ദ ഫ്രസ്റ്റം ടു ദ വോളിയം ഓഫ് എൻറ്റയർ കോൺ. ഫ്രസ്റ്റത്തിൻ്റെ വോളിയത്തിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്മോളർ കോൺ ടു ലാർജർ കോൺ കണ്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ ഹൈറ്റിൻ്റെ റേഷ്യോ 1:4 ആണെങ്കിൽ വോളിയത്തിൻ്റെ റേഷ്യോ എന്താണ് വരിക, ഇതിൻ്റെ ക്യൂബാണല്ലേ. 1:4 ക്യൂബ് 64. സോ ചെറിയ കോണിൻ്റെയും വലിയ കോണിൻ്റെയും വോളിയത്തിൻ്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രസ്റ്റം ടു എൻറ്റയർ കോണ്, വലിയ കോണിൻ്റെയും റേഷ്യോ കാണാനാണ്. വലിയ കോണിൻ്റെ റേഷ്യോ നമുക്കറിയാം 64. ഫ്രസ്റ്റം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വലിയ കോണിന്ന് നമ്മൾ ചെറിയ കോണിൻ്റെ വോളിയം മൈനസ് ചെയ്യണം അല്ലേ. 64 1 മൈനസ് ചെയ്താൽ 63. 63:64 is the answer. 63:64 വരിക കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് കട്ട് പാരലൽ ടു ഇറ്റ്സ് ബേസ് ഫോമിങ് എ ഫ്രസ്റ്റം.
The height of the original cone is 30 cm and the cut is made 6 cm from the top. നേരത്തെ ചെയ്ത സെയിം ടൈപ്പാണ്. ടോട്ടൽ ഹൈറ്റ് 30 സെന്റിമീറ്റർ, മുകളിൽ നിന്ന് 6 സെന്റിമീറ്റർ താഴത്തോട്ട് എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് കാണണം? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ഫ്രസ്റ്റം ടു ദ വോളിയം ഓഫ് എൻ്റർ കോൺ? സെയിം ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് എന്തുണ്ട്, നിങ്ങൾക്ക് ആ ഒരു തന്ന വാല്യൂസ് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഞാൻ സോൾവ് ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് തരാണ്. ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് പറയുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A solid cone kept on its base is cut at 2/3 of its height along a plane parallel to its circular base. The base radius and the slant height are 14 cm and 15 cm respectively. What is the ratio of the portion cut out from the solid to the volume of remaining solid? ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത അതേ ടൈപ്പാണ് കേട്ടോ. പക്ഷെ ചോദിച്ചതൊന്ന് വളഞ്ഞു മൂക്ക് പിടിച്ചിട്ടാണെന്ന് മാത്രം. അത് മാത്രമല്ല, അൺനെസസറി ആയിട്ടുള്ള കുറേ ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അത്രമാത്രം. സംഭവം എന്താണ്, സെയിം ആണ്. ചോദിച്ചത് സെയിം ആണ്. നമുക്ക് നോക്കേ, ഇവിടെ സോളിഡ് കോൺ ആദ്യം വരയ്ക്കുക അല്ലേ. കുറേ കോൺ അവിടെ വരച്ച് വെച്ചാൽ മതിയായിരുന്നു. സോളിഡ് കോണ് kept on its base is cut at 2/3 of its height along a plane parallel to its circular base. ആക്ച്വലി ഇവിടെ നമുക്ക് ടോപ്പിൽ നിന്ന് താഴോട്ടേക്കാണോ ബേസിൽ നിന്ന് മുകളിലോട്ടാണോ എന്നുള്ളത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. പക്ഷേ ഉള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2/3 of its height along a plane parallel to its circular base. ബേസിന് പാരലൽ ആയിട്ട് ഹൈറ്റിന്റെ 2/3 വെച്ച് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ടോപ്പിൽ നിന്ന് താഴോട്ടേക്കെന്നൊന്നും പ്രത്യേകം പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബേസിന്ന് മുകളിലോട്ട് 2/3 ഓഫ് ഹൈറ്റ്. 2/3 ഓഫ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3 ഹൈറ്റ് എങ്കിൽ 2 വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് മക്കളെ, ഈ ഒരു ഹൈറ്റ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ടോട്ടൽ ഹൈറ്റ് 3 ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? കട്ട് ചെയ്യുന്നത് 2 വെച്ചിട്ടാണ്. അതായത് ഈ ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 കൊടുക്കാം, ടോട്ടൽ കോണിൻ്റെ ഹൈറ്റ് എന്തും കൊടുക്കാം, 3 കൊടുക്കാം. നമുക്ക് ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് കിട്ടിയിട്ട് കാര്യമില്ല. വോളിയത്തിലോട്ട് പോകണ്ടേ? വോളിയത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള ഹൈറ്റ് നമുക്ക് വേണം. നോക്കാം. ഞാനിവിടെ ചെറിയ കോൺ എന്ത് ചെയ്യാണ്? കോൺ ചെറുത് 1 എന്നും വലുത് 2 എന്നും എടുക്കുകയാണ്. ഹൈറ്റ് നോക്കുന്ന സമയത്ത് ചെറിയ കോണിൻ്റെ ഹൈറ്റ് എന്താണ്? വലിയ കോണിൻ്റെ ഹൈറ്റിൽ നിന്നും ഫ്രസ്റ്റത്തിൻ്റെ ഹൈറ്റ് മൈനസ് ചെയ്തതാണല്ലേ. 3 - 2 1. ഇനി വലിയ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3. 1:3 ആണ് ഹൈറ്റിൻ്റെ റേഷ്യോ വരുന്നത്. നമുക്ക് ഹൈറ്റ് സ്ലാൻഡ് ഹൈറ്റ് കുന്തങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഒരു ആവശ്യവും ഇല്ലാത്തതാണ് അല്ലേ. ഇതിനെ കൊണ്ടൊന്നൊരു ഉപകാരവും നമുക്കില്ല ഇവിടെ, കാരണം റേഷ്യോ കിട്ടിയാൽ മതി. എന്താ കാണേണ്ടത്? റേഷ്യോ ഓഫ് ദ പോർഷൻ കട്ട് ഔട്ട് ഫ്രം ദ സോളിഡ്. ഇവിടെയാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പം മുറിച്ച് കളയാന്ന് പറയുന്നത് സ്മോളർ കോണാണ്. അപ്പം നമുക്ക് കാണേണ്ടത് സ്മോളർ കോണിൻ്റെയും പിന്നെന്താണ് റിമൈനിങ് സോളിഡ്, മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സോളിഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രസ്റ്റം. ഇവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അത് കാണണമെങ്കിൽ ആദ്യം നമ്മൾ 2 കോണിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ കാണണം. വോളിയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഹൈറ്റിൻ്റെ റേഷ്യോവിൻ്റെ സ്ക്വയർ അല്ല, ക്യൂബാണ്. 1:27. ചെറിയ കോണിൻ്റെ വോളിയം 1 ആണെങ്കിൽ ഫ്രസ്റ്റത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വോളിയത്തിൽ നിന്ന് സ്മോളർ കോണ് മൈനസ് ചെയ്തത് 26. 1:26. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാം കേട്ടോ. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടൊരു ക്വസ്റ്റ്യനും കൂടെ. എ റൈറ്റ് സർക്കുലർ കോൺ ഹാവിംഗ് ഹൈറ്റ് ഓഫ് 15 cm ഈസ് കട്ട് ബൈ 2 പാരലൽ പ്ലെയിൻസ് at heights 5 cm and 10 cm from the base. What is the ratio of the volumes of 3 parts? കണ്ടോ, 3 കോണുകളുടെ എന്നല്ല, 3 പാർട്ടുകളുടെ വോളിയത്തിൻ്റെ റേഷ്യോ ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ ഇവിടെ 2 കട്ട് വരുന്നുണ്ട്, അതായത് 3 പാർട്ടുകളായിട്ട് നമ്മൾ മുറിക്കുന്നുണ്ട്. നമുക്ക് ഇയാളൊന്ന് താഴത്തോട്ട് കൊണ്ടുവന്നിട്ട്
2 കട്ട് കൊടുക്കണം അല്ലേ. ഇവിടെ ഒരു ചെറിയൊരു രീതിയിൽ ഒരു കട്ടും കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് വേറൊരു കട്ടും കൊടുക്കാം. ഓക്കെ, താഴെയായിട്ട് വേറൊരു കട്ടും കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് 3 പാർട്ട് എന്ന് പറയുന്നത്, ഏറ്റവും മുകളിലുള്ള കുഞ്ഞി നമ്മുടെ കോണെന്ന് പറയുന്നത് പാർട്ട് 1 അല്ലേ, പാർട്ട് 1. നടുക്കുള്ള പോർഷൻ പാർട്ട് 2, മൂന്നാമത്തെ പോർഷൻ പാർട്ട് 3. ഞാൻ പറഞ്ഞു ഇവിടെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുടെ ഹൈറ്റ് വെച്ചിട്ടൊന്നും നമുക്ക് ഡയറക്റ്റ്ലി വോളിയത്തിലോട്ട് പോകാൻ പറ്റില്ല. പോകണമെന്നുണ്ടെങ്കിൽ ഈ 3 കോണുകൾ, ഒന്നാമത്തെ കോണ്, രണ്ടാമത്തെ കോണ്, മൂന്നാമത്തെ കോണിൻ്റെ വോളിയം കണ്ടിട്ട്, വോളിയത്തിൻ്റെ റേഷ്യോ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ പാർട്ടിലോട്ട് കണ്ടുപിടിക്കണം. നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ കോണിൻ്റെ ഹൈറ്റ് 15 ആണ്. അതായത് വലിയ കോണിൻ്റെ ഹൈറ്റ്, ഞാനിവിടെ കോൺ 1 ടോപ്പിൽ നിന്ന് താഴത്തോട്ടാണ് കേട്ടോ, ആ ഒരു ഓർഡറിലല്ലേ നമുക്ക് വേണ്ടത്, ടോപ്പ് ടു ബോട്ടം. ചെറിയ കോണ്, രണ്ടാമത്തെ കോണ് ആൻഡ് ലാർജർ കോണ്, നമ്മുടെ ഒറിജിനൽ വലിയ കോണ് എടുക്കുകയാണെങ്കിൽ വലിയ കോണിൻ്റെ ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ, ഇത് 15 സെൻറ്റിമീറ്റർ. ഇനി എവിടെയാണ് കട്ട് ചെയ്യുന്നത്? 5 സെൻറ്റിമീറ്ററിലും 10 സെൻറ്റിമീറ്ററിലും കട്ട് ചെയ്യുന്നുണ്ട്. 5 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ചെറിയ കോണിൻ്റെ ഹൈറ്റ് 5, പിന്നെ 10 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ കോണിൻ്റെ ഹൈറ്റ് 10. മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ല, മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് കട്ട് ചെയ്യുന്നത്. രണ്ടാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല, അത് വേറെ കാര്യം. ഇവിടെ ഒരേപോലെ ആയതുകൊണ്ട് 5, 10 ഒരേ ഇൻ്റർവെല്ലല്ലേ കട്ട് ചെയ്യുന്നത്. 5, 10, 15. സോ നമുക്ക് 5, 10, 15 റേഷ്യോ എടുക്കുമ്പോൾ എന്ത് വന്നു? 1:2:3 വന്നു. ഹൈറ്റിൻ്റെ റേഷ്യോ 1:2:3 ആണെങ്കിൽ കോണുകളുടെ വോളിയത്തിൻ്റെ റേഷ്യോ ഇതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എന്ത് വന്നു? 1:8:27. കോണുകളുടെ വോളിയത്തിൻ്റെ റേഷ്യോ 1:8:27 ആണെങ്കിൽ ആ പാർട്ടുകളുടെ വോളിയത്തിൻ്റെ റേഷ്യോ, 3 പാർട്ടിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ എങ്ങനെ വരിക? ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ചെറിയ കോണ് തന്നെയാണ് 1. രണ്ടാമത്തെ പാർട്ട് ഞാൻ പറഞ്ഞു എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി അല്ലേ. രണ്ടാമത്തെ കോണിന്ന് ഒന്നാമത്തെ കോണ് മൈനസ് ചെയ്താൽ മതി. 8 - 1 7. മൂന്നാമത്തെ പാർട്ടിൻ്റെത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. 27 - 8 19. 1:7:19 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, അതും ആ ഒരു ഹൈറ്റ് വോളിയം മാത്രം വെച്ചിട്ടുള്ളത്. നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ വന്നാലും ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏരിയ എന്ന് കാണുമ്പോഴേ കൊണ്ടുപോയിട്ട് ചെയ്ത് തെറ്റിക്കരുത്. ടോട്ടൽ സർഫസ് ഏരിയയിൽ ഇത് വർക്കൗട്ട് ആവില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയയിലോട്ട് വരുമ്പം കോണിൻ്റെ സർഫസ് ഏരിയയും അതേപോലെ ഫ്രസ്റ്റത്തിൻ്റെയും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ, രണ്ടും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരില്ല. ആ ഒരു പാർട്സ് വരികയാണെങ്കിലും നമുക്ക് മൈനസ് ചെയ്തിട്ട് കിട്ടൂല. ഇപ്പം ഈ ഒരു രണ്ടാമത്തെ പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ പുറം ഭാഗത്തുള്ള ഏരിയ മാത്രമാണെങ്കിൽ നമുക്ക് ഈ ടോട്ടലിൽ നിന്ന് ഈ മുകളിലത്തെ പോർഷൻ മൈനസ് ചെയ്താൽ മതി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു തൊപ്പി ഈ ഒരു ഷേപ്പിലുള്ള തൊപ്പി എടുക്കുകയാണെങ്കിൽ നമ്മൾ മുകൾ ഭാഗം കട്ട് ചെയ്തു, നടുഭാഗം കട്ട് ചെയ്തു, 2 കട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ നടുക്കുള്ള പോർഷൻ്റെ ആ ഒരു പുറത്തുള്ള ഏരിയ എന്ന് പറയുന്നത് കേർവ്ഡ് സർഫസ് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു പോർഷനിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ പോരെ? അങ്ങനെ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, ബേസ് ഏരിയ പറ്റില്ല കേട്ടോ, മൈനസ് ചെയ്യാൻ പറ്റൂല. ഇവർ ആക്ച്വലി അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഇങ്ങനെ പോവും. അത് നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. അപ്പം ടോട്ടൽ സർഫസ് ഏരിയയിലോട്ടും ബാക്കിയുള്ളതിലോട്ടും നമ്മളത് പോകണ്ട. നമുക്ക് എന്തിലൊക്കെ കാണാൻ പറ്റും? ഹൈറ്റിൻ്റെത് കാണാൻ പറ്റും മൈനസ് ചെയ്തിട്ട്, വോളിയത്തിൻ്റെത് മൈനസ് ചെയ്ത് കാണാൻ പറ്റും, കേർവ്ഡ് സർഫസ് ഏരിയൻ്റെതും മൈനസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഞാൻ അവിടെ ബേസ് ഏരിയ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ബേസ് ഏരിയ വരൂല കേട്ടോ. ബേസ് ഏരിയ ആക്ച്വലി പ്രൊപ്പോർഷൻ വരും, നമുക്കത് അങ്ങനെ ക്വസ്റ്റ്യൻ വരാനും പോകുന്നില്ല. അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരൂല, ബേസ് ഏരിയ മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരൂല. അപ്പോൾ അത് നോക്കണ്ട. കേർവ്ഡ് സർഫസ് ഏരിയ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. സൈഡ്സ്, കേർവ്ഡ് സർഫസ് ഏരിയ, വോളിയം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കട്ട് വരുന്നതിൽ ഫ്രസ്റ്റം വന്നാലും ഇതേപോലെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നേരത്തെ തന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഓഫ് കോഴ്സ് കമൻ്റ് ആയിട്ട് പറയാം. മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് മക്കളെ,
നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ച് ഞാനൊന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ SSC CGL സ്മാർട്ട് റിവിഷൻ ബാച്ച്. അതായത് ഈ വരാനിരിക്കുന്ന CGL എക്സാമിന് എല്ലാം ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം. പഠിച്ച കാര്യങ്ങളൊക്കെ എന്താണ് സമയം അധികമൊന്നുമില്ല. അപ്പം നല്ല പ്രോപ്പർ ആയിട്ടൊന്ന് റിവൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും വിട്ടുപോവാതെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും, ലൈവ് ആയിട്ട് തന്നെ 150+ hours ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഡെപ്ത് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഇതിൻ്റെ ബേസ് തൊട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ ഏതെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ള റെഗുലർ ബാച്ചിലെ ക്ലാസ്സസിലെ അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസും നമ്മൾ പേൾ ആക്സസിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ സെക്ഷണൽ ടൈമിംഗ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള 20+ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓൾസോ നമ്മൾ PYQ ഡിസ്കഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 1499 രൂപ മാത്രമേ ഇതിന് കോസ്റ്റ് ഫീ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ കേട്ടോ, ഞാനൊന്ന് മാറിത്തരാം, ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 8714418777 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓഫ് കോഴ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ ഇനി എന്തെങ്കിലും ഇതേപോലെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്